ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ VK. പലരും തന്നെ നമ്മുടെ വീഡിയോയുടെ ഇടയിലൊക്കെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്, സാർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു സെപ്പറേറ്റ് കണ്ടന്റ് വീഡിയോ ആക്കി ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ചാണ്. 3 തരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. സെക്കൻഡ് വൺ ഫിനാൻസിംഗ് ഡിസിഷൻ ആൻഡ് തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഓരോന്നും എന്താണ്, എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് അസറ്റുകൾ ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരേണ്ടത്. നമുക്കറിയാം ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. ലോങ് ടേമിലേക്കാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. ഷോർട്ട് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നു. ഇത്രയും കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എക്സാമിന് സ്ഥിരമായിട്ടൊരു 4 മാർക്ക് 3 മാർക്കിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. സോ ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രോജക്ട്, ഒരു പ്രൊജക്ടിന്റെ ക്യാഷ് ഫ്ലോ ഹൈ ക്ലാഷ് ഇൻഫ്ലോ കൂടുതലാണോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ കൂടുതലാണോ അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനനുസരിച്ച് റിട്ടേൺ എന്തായിരിക്കണം? കിട്ടേണ്ടതുണ്ട്. സോ ഹയർ റിട്ടേൺ കിട്ടുന്നതനുസരിച്ചായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കുക, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ദെൻ റിസ്ക് ഇൻവോൾവ്, ഓരോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻവോൾവ് എന്ന് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്തും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്തുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഡിസിഷൻ എന്ന് വെച്ചാൽ ഫിനാൻസിംഗ് ഡിസിഷൻ ആണ്. നമുക്കറിയാം, മൊത്തം നമ്മളൊരു ക്യാപിറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെപ്റ്റ് ഫണ്ട് ഉണ്ടായിരിക്കും, ഓൺഡ് ഫണ്ട് ഉണ്ടായിരിക്കും. സോ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ മൊത്തം ക്യാപിറ്റലിൽ ഡെപ്റ്റ് പോർഷൻ എത്ര വേണം, ഇക്വിറ്റി പോർഷൻ എത്ര വേണം, അല്ലെങ്കിൽ ഓൺഡ് ഫണ്ട് എത്ര വേണം, ബോറോഡ് ഫണ്ട് എത്ര വേണം എന്ന് തീരുമാനിക്കുന്നതാണ് ഫൈനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫൈനാൻസിംഗ് ഡിസിഷൻ ഇൻവോൾവ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയസ് അവൈലബിൾ സോഴ്സസ്. There are 2 sources. ഏതൊക്കെയാ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് ഓണേഴ്സ് ഫണ്ട് തന്നെയാണ്. ബോറോഡ് ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഡെപ്റ്റ് ഫണ്ട് തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പൊ എത്ര പോർഷനാണ് ഡെപ്റ്റ് വേണ്ടത്, എത്ര പോർഷനാണ് ഇക്വിറ്റി വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻ ആണ് ഫൈനാൻസിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫൈനാൻസിംഗ് ഡിസിഷനെയും എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോസ്റ്റ്, റിസ്ക്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കൺട്രോൾ, സ്റ്റേറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പം ഇതും ഒരു ഷോർട്ടേജിലേക്ക് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഒരു 4 ഫാക്ടേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ കേസിലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. എന്താണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് റിട്ടേൺ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന്, അല്ലെ. പ്രോഫിറ്റിന് മാറ്റി വെക്കുന്ന ഡിവിഡൻഡ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായി കംപ്ലീറ്റ് ആയിട്ട് ഡിവിഡൻഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഓഫ് കോഴ്സ് നോട്ട്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമുക്കൊരു 3 lakhs പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ 3 lakhs പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചിലപ്പോൾ ഒരു 1 lakh മാത്രം എന്താക്കി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ, ഡിവിഡൻഡ് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ചിലപ്പം 2 lakh എന്താക്കും? റീറ്റേൺഡ് ഏർണിംഗ്സ് ആക്കി മാറ്റി വെക്കും. സോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എത്ര പോർഷനാണ് ഡിവിഡൻഡ് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്. എത്ര പോർഷനാണ് നമ്മൾ റീറ്റേൺഡ് ഏർണിംഗ്സ് ആക്കി മാറ്റി വെക്കുന്നത്? ആ ഒരു ഡിസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഡിവിഡൻഡ് ഡിസിഷനെയും എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. മറ്റ് ഡിസിഷൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. എമൗണ്ട് ഓഫ് ഏർണിംഗ്സ്, stability of earnings, growth opportunities, cash flow positions, shareholders preference, taxation policy, stock market reaction, access to the capital market, legal constraints, കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻ. ഈ കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ലോണുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയാം. റെസ്ട്രിക്ഷൻസ്, തടസ്സങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഒരു 4 എണ്ണം 5 എണ്ണം ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഒരു ഷോർട്ടേജ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് വരാറുള്ളത്. അപ്പം ഇനി അടുത്ത പോർഷനിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ, SC ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? മിക്സ്ചർ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് ഇൻ എ ഫേംസ് ക്യാപിറ്റൽ. ഒരു ഫേമിന്റെ ക്യാപിറ്റലിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടുകളുടെ മിക്സ്ചറിനെയാണ്, കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഫേമിന്റെ മൊത്തം ക്യാപിറ്റൽ, അവിടെ ഡെപ്റ്റ് ഉണ്ടായിരിക്കും, അറ്റ് ദ സെയിം ടൈം ഇക്വിറ്റി ഉണ്ടായിരിക്കും. സോ അതിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ മിക്സ്ചർ, ശ്രദ്ധിക്കണേ, അതിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്കറിയാം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചറും ഉണ്ട്, അല്ലെ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ബാധിക്കുന്ന ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി.
എന്താണ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, കൺട്രോൾ. ഡെപ്റ്റ് എന്താണ്? ഡെപ്റ്റ് ഡസ് നോട്ട് ഡാലൂഷൻ ഓഫ് കൺട്രോൾ. ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് കൺട്രോൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ്, കോസ്റ്റ് ഇൻവോൾവ് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോണ്ടാവുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ കോസ്റ്റുകളെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാറുള്ളത്. 1 മാർക്കിന് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ദെൻ ഫ്ലെക്സിബിലിറ്റി. അടുത്തത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ, ടാക്സ് റേറ്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇത്രയും ഫാക്ടേഴ്സിന്റെ മക്കളെ എസ്എ ടൈപ്പിനാണ് ചോദിക്കുക. അപ്പോൾ 8 എണ്ണം 7 എണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2 ടൈപ്പ് ക്യാപിറ്റൽ ഉണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏതൊക്കെയാ? ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ. എന്തായിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ എന്ന? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം ഓർ ഫിക്സഡ് അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അതായത് ലോങ് ടേമിലേക്ക് ഫിക്സഡ് അസറ്റുകളായിട്ടുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് ക്യാപിറ്റൽ. അത് ലോങ് ടേമിലേക്കായിരിക്കും. ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എന്ന് പറഞ്ഞത് എന്താ? പെട്ടെന്ന് എന്താ? ഇറിവേഴ്സിബിളാ അല്ലെങ്കിൽ ഇറിക്കവറബിളാ. പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഫണ്ടുകളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാപിറ്റലെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിക്സഡ് ക്യാപിറ്റലെയും എഫക്ട് ചെയ്യുന്ന കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. Nature of business, scale of operation, technique of production, growth prospectus, diversification, technology upgradation, financing alternatives, level of collaborations. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റലുമായി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സിമ്പിൾ ആണ്. നമ്മൾ +1 സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ കേട്ട മുതൽ തന്നെ നമുക്കറിയാം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന്. സിമ്പിൾ ആയിട്ട് പറയാം, ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്. കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസീവബിൾ, ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഇതൊക്കെയാണ് ഒരു ബിസിനസിനെ ഡേ ടു ഡേ ആയിട്ട് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന് ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം ഇവിടെ ഒരു 2 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. അതേപോലെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് കറന്റ് അസറ്റ് ആണ്. ഈ 2 ഇക്വേഷനും ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതേപോലെ വർക്കിംഗ് ക്യാപിറ്റലെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്ക്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ബിസിനസ് സൈക്കിൾ, സീസണൽ ഫാക്ടേഴ്സ്, ക്രെഡിറ്റ് അലൗഡ്, ക്രെഡിറ്റ് അവൈൽഡ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, റീഓർഡർ പീരിയഡ്, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ഇൻഫ്ലേഷൻ. 11 വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഒരു 8 എണ്ണമോ 7 എണ്ണമോ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്തരത്തിലാണ് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിന് 2 ക്യാപിറ്റൽ ഉണ്ട്. എന്തൊക്കെയാ? ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിന്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഒന്ന് ഫിനാൻസിംഗ് ഡിസിഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, മറ്റൊന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഈ ഒരു ടോപ്പിക് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയുണ്ട്. സോ ഈ ഒരു ഭാഗം ഉറപ്പായിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇതേപോലെ നോട്ട്സ് കൊടുത്തിട്ട് ഈ ഒരു നോട്ട്സ് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. സോ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇറ്റ്സ് മീ VK ഫ്രം Xylem. ബൈ ബൈ ഗൈസ്.